യൂറോപ്പിലുടനീളമുള്ള മതസ്വാതന്ത്ര്യവും സംസാര സ്വാതന്ത്ര്യവും ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് US വൈസ് പ്രസിഡന്റ് JD വാൻസ് ജർമ്മനിയിൽ നടന്ന മ്യൂണിക് സെക്യൂരിറ്റി കോൺഫറൻസിൽ നടത്തിയ പ്രസംഗത്തിലാണ് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞത്. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു പ്രാസംഗികനായിട്ട് മാത്രമല്ല, നിങ്ങൾക്ക് നൽകാൻ ഒരു വാഗ്ദാനവുമായിട്ട് കൂടിയാണ്. ജോ ബൈഡന്റെ ഭരണകാലത്ത് അടിച്ചമർത്തിയ ക്രൈസ്തവരുടെ മതസ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ അധികാരത്തിൽ വന്നതോടെ തിരിച്ചു കിട്ടിയിരിക്കുകയാണെന്ന് JD വാൻസ് പറഞ്ഞു. ക്രൈസ്തവ വിശ്വാസത്തിനെതിരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ ഒരുമിച്ച് പോരാടാമെന്നും ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കാൻ ട്രംപ് ഭരണകൂടം എപ്പോഴും കൂടെയുണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതോടൊപ്പം ഗർഭഛിദ്ര ക്ലിനിക്കിൽ നിന്നും 50 മീറ്റർ അകലെ 3 മിനിറ്റ് നിശബ്ദമായി പ്രാർത്ഥിച്ചതിനെതിരെ പൗരനെതിരെ സർക്കാർ നടപടിയെടുത്തതിനെക്കുറിച്ചും JD വാൻസ് പറഞ്ഞു. 2 വർഷം മുൻപ് ഗർഭഛിദ്രത്തിൽ മരിച്ച തന്റെ മകനു വേണ്ടി ക്ലിനിക്കിന് മുൻപിൽ നിശബ്ദമായി പ്രാർത്ഥിച്ചതിന് ബ്രിട്ടീഷ് കോടതിയിൽ ശിക്ഷിക്കപ്പെട്ട ആദം സ്മിത്ത് കോർണറിന്റെ കേസ് വാൻസ് പ്രത്യേകം പരാമർശിച്ചു. ക്രൈസ്തവ വിശ്വാസത്തെയും പാരമ്പര്യത്തെയും ഇല്ലാതാക്കുന്ന ശ്രമങ്ങളാണ് യൂറോപ്പിലുടനീളം നടന്നുകൊണ്ടിരിക്കുന്നത്. നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ക്രൈസ്തവ മൂല്യത്തെ തിരിച്ചു കൊണ്ടുവരുന്നതിനും സംരക്ഷിക്കുന്നതിനും ഒപ്പമുണ്ടാകുമെന്നും ക്രൈസ്തവ വിശ്വാസത്തിനെതിരായ ഗർഭഛിദ്രത്തിനെതിരെ പോരാടുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. നിരവധി രാജ്യങ്ങളിൽ ഗർഭഛിദ്രം അംഗീകരിച്ച് നിയമം പാസാക്കുന്നത് അപലപനീയമാണെന്നും അദ്ദേഹം പറഞ്ഞു. ദൈവം തന്ന ഓരോ ജീവനും സംരക്ഷിക്കാനുള്ളതാണെന്നും അത് വിലപ്പെട്ടതാണെന്നും JD വാൻസ് കൂട്ടിച്ചേർത്തു.